കോമഡി ഒക്കെ കേട്ടിട്ട് നല്ലോണം ചിരിക്കാണ്. ചിരിച്ചിട്ട് 10 തല കറങ്ങി വീണു എന്നാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ അറിഞ്ഞത്. മമ്മൂച്ചി ഗൗതം മേനോൻ കോംബോ ഡൊമിനിക് ദ ലേഡീസ് പർസ് അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. സോ എനിക്ക് ബട്ടർ തേച്ചിട്ട് അല്ലെങ്കിൽ വെണ്ണ പൂച്ചിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവസാനത്തെ ഒരു 15 മിനിറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കാൻ വേണ്ടി ഇറക്കിയ എ ക്ലാസ് ഉറക്ക ഗുളികയാണ് ഡൊമിനിക് ദ ലേഡീസ് പർസ്. സോ ഗൗതം മേനോൻ കോൺടെമ്പററി സ്റ്റൈലിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എന്തോന്നാ ഇതിന്റെ ഈ സിനിമയുടെ ജോണർ അതൊന്നും ആദ്യം പറയാം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊന്നും ദയവ് ഇത് പറയരുത്. സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ സീരിയൽ അത് മതി. കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇഷ്ടംപോലെ കോമഡി, ചിരിച്ചിരിച്ച് ഛർദ്ദിച്ചു അവിടെ ഇരുന്നിട്ട്. അമ്മായി കോമഡി ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. എന്താണ് പാസ്വേഡ്? വാപ്പച്ചിയുടെ ലെഗസി, ബെസ്റ്റ് കോമഡി. പിന്നെ അടുത്തത് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല നീ കൊടുക്ക്, ഇത് കേട്ട് ചിരിക്കാൻ അവിടെ കുറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ CCTVയുടെ ബാക്കപ്പ് ഇല്ല പറഞ്ഞപ്പോ ഇന്നാ പിന്നെ ബുക്കിൽ എഴുതി വെച്ചത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോവോ, ഇത് പറയുമ്പോൾ ചിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. സോ സാധാരണ എല്ലാ സിനിമയിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാൻ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് ടെൻഷനാണ് തോന്നുന്നത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നായിക മടാളം കൊണ്ട് വെട്ടിയിട്ടും അതേപോലെ തന്നെ മഴും കൊണ്ട് വെട്ടാൻ വരുമ്പോൾ നായികയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന നായകൻ. ശരിയാണ്, കോൺടെമ്പററി സ്റ്റൈൽ ബ്രേക്ക് ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ട് എടുത്ത കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ആണ്, എക്സ്ട്രീം ലെവൽ ആർട്ടിഫിഷ്യൽ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു സീനും അടുത്ത സീനും തമ്മിൽ പ്രോപ്പർ കണക്ഷൻ പോലും തോന്നിയില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും, നന്ദിത പറഞ്ഞൊരു ക്യാരക്ടർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. ഈവൻ ഡയലോഗ് ഡെലിവറി വരെ. മറ്റേ പാച്ചുവും അത്ഭുത വിളക്കും ആ സിനിമയിൽ അഭിനയിച്ച അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗോകുൽ സുരേഷ് എടുത്ത് പറയേണ്ട ക്യാരക്ടർ, 10 ഓസ്കാർ കൊടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. ലോകത്ത്, ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഗോകുൽ സുരേഷിന് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പൊക്കിയടിക്കാനും ആളുടെ നിഴലായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടിയൊരു ക്യാരക്ടർ. ഈ സിനിമയിൽ നന്നായി അഭിനയിച്ച വേറെ 2 പേരുണ്ട്. ഒന്ന് പോളോ GT, പിന്നെ മറ്റേ ഹോണ്ട ഹൈനസും. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അവർ തന്നെയായിരുന്നു ഈ സീറ്റിലെ ഷോ സ്റ്റീലർ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഉറക്കം, നമ്മളെ ഉറക്കം തൂങ്ങിപ്പിക്കും. അങ്ങനെ എത്ര തവണ കോട്ടുവായിട്ടു എന്ന് എനിക്ക് അറിയില്ല. പിന്നെ അവസാനം ഇന്റർവെൽ ഒരു സീൻ ഉണ്ട്, പഞ്ച് ഇന്റർവെല്ലാണ്. പക്ഷെ ഹാഫ് ബേക്ക്ഡ് കേക്ക് പോലെ തോന്നിയത്. അതായത് നമ്മുടെ ആപ്പിളിന്റെ സിമ്പലിൽ ഒരു പകുതി കഷ്ണം ആപ്പിൾ കടിച്ചിട്ട് പോയ പോലെ ഉണ്ടാവില്ല, അതേപോലെ തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് ഒക്കെ അത്യാവശ്യം രസം ഉണ്ടായിരുന്നു. ട്വിസ്റ്റ് ഉണ്ട്. സോ ആ ട്വിസ്റ്റ് നമ്മൾ മമ്മൂട്ടിയുടെ ട്രൂത്ത് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ഇഫ് യു നോ യു നോ, അത് തന്നെ. സോ നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടർ ഉണ്ട് ഇതിൽ. ഞാൻ മീനാക്ഷി ഉണ്ണികൃഷ്ണന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്നാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ വെച്ചാൽ ആ കൊച്ചിന് വാഴയ്ക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴിലെ കലയരസനൊക്കെ കിട്ടുന്ന ക്യാരക്ടറാണ്. അതും ഇഫ് യു നോ യു നോ, അത് തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ ട്വിസ്റ്റും ടേൺസ് ഒക്കെ വിളിച്ച് പറഞ്ഞു പറയണ്ട. ഈ വഴി കൂടെ പോണ സകല എണ്ണത്തിനും പിടിച്ച് ഗൗതം മേനോൻ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഒരു സീരിയലിനേക്കാൾ കളർ ഗ്രേഡിങ്ങിലും ക്വാളിറ്റി ഫ്രെയിംസിലും ഒന്നും കൂടി മുകളിൽ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരിയൽ എന്നുമാണ് ഈ പറഞ്ഞത്. ആ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ട്, ആദ്യത്തെ 1 മിനിറ്റിൽ വന്നു പോകുന്നുണ്ട്. ഷൈൻ ടോൺ ചാക്കോന്റെ ക്യാരക്ടർ ഉണ്ട്, ആദ്യത്തെ ഒരു 1/2 സെക്കൻഡിൽ വന്നിട്ട് പോകുന്നുണ്ട്. ഫൈറ്റ് സീനൊക്കെ ഒന്നിനൊന്ന് മേച്ചത്. അതായത് പീറ്റർ ഹെയ്നും അൻബറവ് ഒന്നിച്ചു കൊണ്ടുവന്ന ആക്ഷൻ സീക്വൻസ് പോലെയാണ് തോന്നിയത്. എന്തിന് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ബേസിക്കലി മനസ്സിലായിട്ടില്ല. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ എടുക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ എടുക്കാൻ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു രീതിയിൽ എടുക്കണം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ത്രില്ലായി വരുമ്പോഴേക്ക് അപ്പോഴേക്ക് ഒരു കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചളി കൊണ്ടുവരും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനത്തെ ഒരു കോമിക് ലെവലിലാക്കും. ഇതേത് കോമഡി ഒക്കെ കേട്ടിട്ട് നല്ലോണം ചിരിക്കാണ്. ചിരിച്ചിട്ട് 10 തല കറങ്ങി വീണു എന്നാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ അറിഞ്ഞത്. സോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. ടു മീ ദിസ് ഈസ് എ ബിലോ ആവറേജ് പടം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പക്ഷെ ലാസ്റ്റത്തെ ആ ഒരു ട്വിസ്റ്റ് ഉണ്ട് 15 മിനിറ്റ്സിൽ. ആ ഒരു ട്വിസ്റ്റ് കൊണ്ട് മാത്രം ഒരു ആവറേജ് പടമായിട്ട് തോന്നുന്നത്. സോ വൺ ടൈം തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഇതുമില്ല, വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ യൂഷ്വൽ ഗൗതം മേനോന്റെ പടം പാട്ട് ഒഴിവാക്കാൻ പറ്റാത്തതാണല്ലോ. സോ എങ്ങനെയെങ്കിലും 1, 2, 3 പാട്ടൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഡൊമിനിക് ദ ലേഡീസ് പർസ് ഈസ് ഓൾ യുവേഴ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ ഈ മറ്റേ സിനോപ്സിസ് വായിച്ച പോലെ തന്നെയാണ്. അതായത് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു, ആ പേഴ്സ് ആരെയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്. അതിന്റെ ഇടയിൽ ഡീപ്പ് മിസ്റ്ററിയിലോട്ടാണ് പോകുന്നത്. ആരാണ് കൊലപാതകി എന്നൊക്കെ കണ്ടുപിടിക്കരുത്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.